ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മൾ 5 ഡേയ്സിൻ്റെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഹൈലൈൻസ് ആണ് കവർ ചെയ്യാൻ പോണത്. എഡിൻബറയും ഗ്ലാസ്ഗോയൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർത്തു ഒരു ഏരിയ കവർ ചെയ്തിട്ട് പിന്നീട് എഡിൻബറയും ഗ്ലാസ്ഗോയൊക്കെ പോകാമെന്ന്. അപ്പോൾ ഈ സർവീസസ് യോർക്ക്ഷയറിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് വലിയ സർവീസാണ്. ഇവിടെ നമുക്കൊരു ഫാം ഷോപ്പുകളാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മ ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അമ്മ ഉള്ളതുകൊണ്ട് നമ്മൾ 2 ഡേയ്സിനുള്ള ഫുഡ് കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴി നമ്മൾ പറയാം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ സർവീസിലൊക്കെ കയറി. അപ്പോൾ നമ്മളിന്ന് ഫ്രഷനപ്പ് ആയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ഉൾസ് വാട്ടറിലേക്കാണ്. ഉൾസ് വാട്ടർ ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. നമ്മളീ പോകുന്ന ലേക്ക് ഇംഗ്ലണ്ടിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്കാണ്. ഇത് 7.5 മൈൽസ് ആണ് ഇതിൻ്റെ ലെങ്ത് ആൻഡ് മാക്സിമം ഡെപ്ത് ഓഫ് 63 മീറ്റേഴ്സ് ആണ്. ഈ ലേക്കിന് ചുറ്റും നിറയെ മൗണ്ടൈൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വൈൽഡ് ലൈഫ്സ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ബോട്ട് സർവീസ് ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയത് സ്കൂൾ ഹോളിഡേ ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലേക്കിൽ അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളില്ലാത്തൊരു സ്ഥലം നോക്കി ഞങ്ങൾ പോവാട്ടോ. നമ്മളിപ്പോൾ ഉൾസ് വാട്ടർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇത് ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. നമ്മളിപ്പോൾ ലാസ്റ്റ് നിന്ന ടെബി സർവീസസാണ്. ആ സർവീസസിൽ നിന്ന് ഇങ്ങോട്ട് 33 മിനിറ്റാണ് എടുത്തത്. ഇവിടെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനത്തെയാണ്. നല്ല മഴയാണ്. പിന്നെ ഇവിടെ ചുമ്മാ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുറച്ച് നേരമൊക്കെ നിൽക്കാൻ നല്ല രസമാണ്. ഒരു കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ പറ്റിയൊരു എൻവയോൺമെൻ്റ് ആണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ കേട്ടോ. നല്ല നല്ല അടിപൊളി ലേക്കാണ്. എന്നെക്കാളും എക്സൈറ്റ്മെൻറ്റ് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇഷ്ടമാണെങ്കിൽ ചാടാനുള്ള ഇങ്ങനെ വെമ്പലാണ്. ഇവിടെ മഴ പെയ്യുന്ന ഇവിടെ വെളിയിലോട്ട് ഇറക്കി വിടാനും പറ്റുമല്ല. ഇങ്ങനെ ചാടാനുള്ള ഇങ്ങനെ ഒതിറി നിൽക്കുകയാണ്. നമുക്ക് വിടാൻ പറ്റുമല്ലോ, ചെരുപ്പ് വിടുമല്ലോ ഇവിടെ. അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കട്ടൻ അടിച്ചിട്ട് പോകുന്ന വിചാരിച്ചു. ഇവിടെ കട്ടൻ സെർവിങ്ങിലാണ്. ഞങ്ങൾ ഫ്ലാസ്കിൽ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് അമ്മ വട്ടയപ്പം ഉണ്ടാക്കി. അപ്പം നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് കയറുവാണ് ഇവിടെ വെച്ച്. ഫസ്റ്റ് ഡേ ട്രാവൽ ആയതുകൊണ്ട് നമ്മൾ കാര്യമായ സ്ഥലങ്ങളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഉൾസ് വാട്ടറിൽ വന്നു. ഉൾസ് വാട്ടറിൽ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഗ്ലാസ്ഗോയിലുള്ള ഡെവിൾസ് പുൾപിറ്റിലേക്കാണ്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ അക്കോമഡേഷൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം ആക്ച്വലി. പിന്നെ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ സ്കോട്ട്ലൻഡിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഗ്ലാസ്ഗോയിലാണുള്ളത്. ഇവിടുന്ന് നമ്മൾ ഡെവിൾസ് പുൾപിറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഡെവിൾസ് പുൾപിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ഗ്ലാസ്ഗോയിലെ ഫിനിഷ് ഗ്ലെൻ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇത് നല്ല ഡീപ്പ് ആൻഡ് നാരോ ആയിട്ടുള്ളൊരു ഗോജ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ നല്ല കുത്തനുള്ളൊരു ഇറക്കമാണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും പോകാൻ പറ്റുമൊന്നുമില്ല. ഞങ്ങൾ ആക്ച്വലി അത്ര റിസർച്ച് ചെയ്യാതെയാണ് പോയത്.
ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒഴുകുന്ന വെള്ളത്തിന് ചുമന്ന കളറാണ്, പിന്നെ നിറച്ച് പച്ചപ്പാണ് അവിടെ ഉള്ളത്. പാറകളിലെല്ലാം നല്ല പച്ച കളറാണ്. ഒരു സ്കേറി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ചുള്ള സ്റ്റോറീസും കുറച്ച് സ്കേറി ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറേ TV ഷോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെയിംസ് ബോണ്ടിൻ്റെ മൂവിയായ സ്കൈഫോൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു മിസ്റ്റിക്കൽ വൈബ് ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ ട്രക്കിങ്, നല്ല ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ട് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ ഇത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റിയില്ല, എങ്കിലും നമുക്ക് അങ്ങോട്ടുള്ള യാത്രയും അതിനെക്കുറിച്ചുള്ള സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി. അങ്ങോട്ട് പോവുകയാണെങ്കിൽ മെയിനായിട്ട് വേണ്ട കാര്യം അവിടെ നിറച്ച് ഫ്ലൈസ് ആണ്. അപ്പോൾ ഫ്ലൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ബൂട്ട്സിൽ നിന്ന് ഒരു തരം സ്റ്റിക്കറോ അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ മേടിക്കാൻ കിട്ടും. അപ്പം അത് നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം നല്ല ഗ്രിപ്പുള്ള ഷൂസ് വാങ്ങണം. ഈ വഴിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ചെളിയുണ്ട്, അപ്പം നല്ല തെന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ നിറയെ വേരൊക്കെയാണ്, അപ്പം നമ്മൾ നല്ല ഷൂസ് ഇട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഹസ്ബൻഡ് ഞാനും കൂടെയാണ് ആദ്യം ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്. കൊച്ചിനെ അമ്മയുടെ കൊടുത്തു. പക്ഷെ താഴേക്ക് ഇറങ്ങി ഒരു കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ട് പോയപ്പോഴത്തേന് എനിക്ക് തോന്നി പോകാൻ അത്ര സേഫ് അല്ലാന്ന്. കാരണം ഞാൻ ഇട്ടിരുന്ന ഒരു ബൂട്ട്സ് ആയിരുന്നു, അതത്ര സേഫ് ആയിരുന്നില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് മാത്രം താഴേക്ക് പോയി അവിടെ പോയി ആൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കയറി വന്നു. അപ്പം നിങ്ങൾ വെള്ളം കണ്ടോ? ഈ കളറാണ് അവിടുത്തെ വെള്ളത്തിന്. ഇതൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, പക്ഷേ വെള്ളത്തിൻ്റെ കളറ് ഇതാണ്. ഡെവിൾസ് പുൾപിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാണ്. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ആദ്യം ഞങ്ങൾ കുറച്ച് നടന്ന്, ഒരു രക്ഷയില്ല, അതിൻ്റെ താഴോട്ടുള്ള വഴി കാണുന്നില്ല. കൊച്ചിനെയും അമ്മച്ചിയും എല്ലാം കൊണ്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ തപ്പി പിടിച്ച് ഇതിലേക്കൂടെ വഴി ഞാൻ കാണിക്കുന്നുണ്ട്, ഇതിലേക്കൂടെ ഞങ്ങൾ നടന്ന് അതിൻ്റെ താഴോട്ട് പോകുന്ന ഭയങ്കര റിസ്ക്കാണ്. ഞാൻ തന്നെ ഇറങ്ങിയോളൂ, ഇവരെ അവിടെ നിർത്തി. കൊച്ചിനെ കൊണ്ടൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല. അതേപോലെ തെന്നി പിടിച്ചു, മഴയും കൂടെ ആയിരുന്നു ഇന്ന്. നിറച്ച് ഈച്ച, എൻ്റെ കണ്ണിലൊക്കെ ഈച്ച പോയി. ഞങ്ങൾ ഞാൻ താഴെ ഇറങ്ങി കുറച്ച് വീഡിയോ എടുത്ത് ആക്കി ഇവരെ കൂടെ അമ്മച്ചയെ കൊണ്ടൊക്കെ ഇറക്കിയാൽ ഞാൻ വലിയ ഹെലികോപ്റ്റർ വിളിച്ച് ആംബുലൻസൊക്കെ വിളിക്കേണ്ടി വന്നേന്. ഓക്കെ, ഇതുകൊണ്ടോ ഞങ്ങൾ ആ വഴി കാണിച്ചു തരുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഇനി വേറെ വഴിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വഴിയുടെ ഇങ്ങനെ വന്ന് കയറണം. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ബ്രിഡ്ജിൻ്റെ തൊട്ടിപ്പുറത്ത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ അക്കോമഡേഷനിലേക്കാണ്. ന്യൂട്ടൺ മോളിലാണ് അക്കോമഡേഷൻ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്കോട്ട്ലൻഡിൻ്റെ പ്രത്യേകത കേട്ടോ, ഈ ചുമന്ന സ്കൈ, സൺസെറ്റ്, സൺറൈസ് ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. അക്കോമഡേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് 13 hours എടുത്തു ഇവിടെ വരെ എത്താൻ വേണ്ടി. ബ്രേക്സ് എല്ലാം കൂട്ടി കേട്ടോ. ദ ന്യൂ ബ്രെറിയ എന്നാണ് അതിൻ്റെ പേര്, ഇങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. 247 pound ഞങ്ങൾക്കായത്. നമ്മൾ 2 days വേണ്ടിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ അക്കോമഡേഷൻ നല്ല കംഫർട്ടബിളാണ്. ആകെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയതിൻ്റെ കുഴപ്പമാണ്. നമ്മൾ booking.com ത്രൂ ആണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ആക്ച്വലി ഞാനിതൊരു അപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹോട്ടലായതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു ആകെ ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് ഇതാണ്. ഇവിടെ നമുക്ക് വേണ്ടിയുള്ള വെൽക്കം കീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെ റിസപ്ഷനും കാര്യങ്ങളോ ഒന്നുമില്ല. സാധനം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കീ എടുത്തിട്ട് പോകുക, ചെക്കൗട്ട് ചെയ്യുമ്പോൾ ആ കീ അവിടെ തന്നെ തിരിച്ചു വയ്ക്കുക. പിന്നെ CCTV ഒക്കെ ഉണ്ടാവില്ല, അതായിരിക്കും അതിൻ്റെ ഒരു സേഫ്റ്റി. എങ്കിലും അറിയില്ല എങ്ങനെയാണത് വർക്കാവുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലാണ് നമ്മളുടെ റൂം. നമുക്ക് 2nd floor കിട്ടിയിരുന്നത്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ഒന്നും റൂംസിന് നമ്പറുകളില്ല, ഇവിടെ പേരുകളാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ പേര് ആസ്പെൻ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു എൻട്രൻസ് സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത് ഫസ്റ്റ് റൂം, പിന്നെ ഈ കാണുന്ന ടോയ്ലറ്റാണ്, പിന്നെ ഇത് 2nd റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആട്ടോ. അപ്പോൾ Day 1 ഇവിടെ കഴിയുകയാണ്. നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.